4 വയസ്സുവരെയുള്ള കുട്ടികൾക്കും പ്രായമായവർക്കുമായി ഒരു ഡേ കെയർ ഇനി പൂക്കോട്ടുംപാടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വണ്ടർ ബീസ് ഡേ കെയർ നിയർ സപ്ലൈകോ പീപ്പിൾ ഹോസ്പിറ്റൽ റോഡ് പൂക്കോട്ടുംപാടം. കാളികാവ് ആമപ്പൊയിൽ GUP സ്കൂളിലെ അറബി ഭാഷാധ്യാപകനായ TP അബ്ദുസ്സലാം അധ്യാപനത്തിനും സേവനത്തിനും മാതൃകയായി മാറി. കുട്ടികൾക്ക് അറിവ് നൽകുന്നതോടൊപ്പം സ്കൂളിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് തന്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും കെട്ടിടത്തിനും അപകട ഭീഷണി ഉയർത്തുന്ന വൻ കാഞ്ഞിര മരത്തിന്റെ മരക്കൊമ്പുകൾ വെട്ടിമാറ്റി സലാം മാഷ് സേവന രംഗത്ത് പുതിയൊരു മാതൃക തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒഴിവ് ദിവസമാണെങ്കിലും സലാം മാഷ് മിക്ക ദിവസങ്ങളിലും സ്കൂളിലെത്തും. ക്ലാസ് മുറിക്കുള്ളിൽ മാത്രമല്ല, അദ്ദേഹം എല്ലായിടത്തും ഉണ്ടാകും. ശനിയാഴ്ച സലാം മാഷ് സ്കൂളിലെ മരത്തിനു മുകളിലായിരുന്നു. വിദ്യാർത്ഥികൾക്കും സ്കൂൾ കെട്ടിടത്തിനും അപകട ഭീഷണി ഉയർത്തുന്ന വൻ കാഞ്ഞിര മരത്തിന്റെ കൊമ്പുകൾ ആരെയും കാത്തു നൽകാതെ വെട്ടിമാറ്റുകയാണ് അദ്ദേഹം. കാളികാവ് ആമപ്പൊയിൽ GUP സ്കൂളിലെ അറബി അധ്യാപകനായ TP അബ്ദുസ്സലാം മാഷ് അധ്യാപനത്തിനും സേവനത്തിനും ഏറെ മാതൃകയായി. സ്കൂളിൽ ഉണ്ടാകുന്ന എല്ലാ ജോലികളും ഒഴിവ് സമയങ്ങളിൽ മാഷാണ് ചെയ്യുന്നത്. സ്കൂളിലെ വയറിംഗ്, പ്ലംബിംഗ്, തേങ്ങയിടൽ, കൽപ്പടവ് തുടങ്ങി എല്ലാം തന്റെ ഉത്തരവാദിത്തമാണെന്ന ചിന്തയോടെയാണ് സലാം മാഷ് ചെയ്യുന്നത്. തനിക്കറിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നത് ഉത്തരവാദിത്തമായാണ് അദ്ദേഹം കാണുന്നത്. 2019 ഇദ്ദേഹം ഈ സ്കൂളിൽ അധ്യാപകനായി ജോലിക്കെത്തിയത്. തൊട്ടടുത്ത പൂങ്ങോട് തൊടിയപ്പുലത്തുകാരനായി ഇദ്ദേഹത്തിന്റെ സേവനമാണ് ജീവിതം. സ്കൂളിൽ മാത്രമല്ല, പുറത്തും മാഷ് സേവന സന്നദ്ധനാണെന്ന് PTA പ്രസിഡന്റ് ഷെരീഫ് പറഞ്ഞു. കാറ്റടിച്ച് ആരുടെയെങ്കിലും വീടിന് മുകളിൽ മരം വീഴുകയോ മരം വീണ് റോഡ് ബ്ലോക്ക് ആവുകയോ ചെയ്താൽ തന്റെ വുഡ് കട്ടറുമായി മാഷ് ഓടിയെത്തുമെന്നും ഷെരീഫ് പറഞ്ഞു. അബ്ദുസലാം എന്ന മാഷാണ് അവളെ മരത്തിന് മുകളിൽ കാണുന്നത്. മാഷ് 2019 ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ മാഷെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്കൂളിലെ എല്ലാ ജോലികളും മാഷാണ് ഏറ്റെടുത്ത് ചെയ്യല്. പൊതുവെ PTA മീറ്റിങ്ങിൽ എന്തെങ്കിലും പുറത്ത് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ജോലിക്കാരെ അന്വേഷിക്കും, ജോലിക്കാരെ വിട്ട് ചെയ്യുക എന്നുള്ള കാര്യം തീരുമാനിക്കും. പക്ഷെ മാഷ് അത് അപ്പം തന്നെ ഏറ്റെടുത്തിട്ട് അത് ജോലിക്കാരെ വിളിക്കേണ്ട ആവശ്യമല്ല, ഞാൻ തന്നെ ചെയ്തോളാം അതിൻ്റെ രൂപത്തിൽ അത് പറഞ്ഞ് അപ്പോൾ തന്നെ തീരുമാനമാക്കും. എന്നാലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പല വിഷയങ്ങളും പല പ്രാവശ്യം ജോലിക്കാരെ സമീപിച്ചതാണ്. എന്നാലും അത് മാഷിന്റെ നിർബന്ധം മൂലം അതുകൂടെ ഒഴിവാക്കിയിട്ട് മാഷന്നെ അത് ഏറ്റെടുത്ത് ചെയ്യലാണ്. അതായത് സ്കൂള് ഇല്ലാത്ത സമയത്ത്, ശനി ഞായർ ദിവസം സ്കൂൾ അവധിയുള്ള സമയത്ത് പോലും ഇവിടെ വന്നുകൊണ്ട് മാഷ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഈ മരം മുറിക്കാൻ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മരം മുറിക്കാൻ ഒരാളെ അന്വേഷിച്ചാൽ തന്നെ കിട്ടാത്ത സാഹചര്യമാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഈ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കാഞ്ഞിരമരാണ്, അതിന്റെ കുരുക്കള് താഴേക്ക് വീണുകാണ്ട് കുട്ടികൾക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രൂപത്തിലായ സന്ദർഭത്തിലാണ് ഇത് മുറിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ മാഷ് ഇന്ന് ലീവിലെ സമയം ആണ്. പൊതുവെ ഞായറാഴ്ച മാഷിന് വേറെ പരിപാടികളൊക്കെ ചുറ്റുപാടുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മരം മുറി മാത്രല്ല, ഇവിടെ തേങ്ങ ഇടാനും മാഷ് അതും ചെയ്യും. പിന്നെ ഇവിടെ ഇദ്ദേഹം ആമപ്പൊയിൽ സ്കൂളിലെത്തിയതിനു ശേഷം സ്കൂൾ വളപ്പിലെ തെങ്ങുകളിലെ തേങ്ങകൾ കയറിപ്പറിക്കാൻ ആരെയും വിളിക്കേണ്ടി വന്നിട്ടില്ല. തന്റെ അറിവുകളും കഴിവുകളും ആരോഗ്യവും തന്റെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും നൽകുന്നതിലൂടെയാണ് ജീവിതം അർത്ഥവത്താകുന്നതെന്ന് മാഷ് പറഞ്ഞു. എന്റെ പേര് അബ്ദുസ്സലാം. ഞാന് താളയകുണ്ടാണ് സ്ഥലം, പോരൂർ പഞ്ചായത്തില് വാണിയമ്പലടുത്ത്. പിന്നെ സ്കൂൾ സർവീസിൽ കയറിയത് 2011 ഫസ്റ്റ് തിരുവനന്തപുരമാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ രണ്ടാമത് ഇവിടെ മലപ്പുറം PSC കിട്ടിയതാണ്. അതിനുശേഷം എടപ്പാള് വർക്ക് ചെയ്തു. അതുപോലെ മഞ്ഞപ്പറ്റ പിന്നെ 5 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം 2019 ലാസ്റ്റ് ഇവിടെ ആമപ്പൊയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ പിന്നെ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ജന്മനാ പഠിച്ചെടുത്ത ജോലികൾ അതേതാണെങ്കിലും ചെയ്യും. എന്നെ കൊണ്ട് കഴിയുന്നത് സ്കൂളിന് വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി. എവിടെ ഇപ്പം നാട്ടിലൊരു മരം വീണ് വീടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ, രാത്രിയാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും അവരെന്നെ വിളിക്കും, വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ജന്മനായന് പിന്നെ സർവീസ് കയറുന്നതിന് മുമ്പ് തന്നെ ഈ ജോലി ചെയ്തിരുന്നു. അതുപോലെ വെൽഡിങ് വർക്ക്, മറ്റുള്ള പ്ലംബിങ്, വയറിങ്, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ സ്വന്തമായിട്ട് ചെയ്യാറുണ്ട്. അറിയുന്ന ജോലികളൊക്കെ ഏത് ക്യാമ്പസിലാണെങ്കിലും അതിന് അവിടേക്ക് വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മളെ പിന്നെ ഈ അടുത്ത് സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം എല്ലാ അപകട ഭീഷണിയുള്ള മരങ്ങൾ, ഇപ്പം നാളെ കാറ്റടിച്ചപ്പോൾ ഇവിടെ ഒരു കൊമ്പ് പൊട്ടി വീണു. അപ്പോൾ അപകട ഭീഷണിയുള്ള മരങ്ങളെ ഒന്ന് കൊമ്പ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ PTA സഹകരണത്തോടു കൂടി, പിന്നെ PTCയും ഒക്കെ ഉണ്ട്, എല്ലാവരും സഹകരണത്തോടു കൂടി എല്ലാവരും കൂടി ചെയ്യുന്നൊരു വർക്കാണ് ഇത്.
എന്തായാലും ഒരു പൊതുസേവനം എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, മടിയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇതില് പിന്നെ ഇന്ന സ്ഥലം ഇന്ന ആള് എന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് സേവനം ചെയ്യാൻ കഴിയുന്നത് എവിടെ വെച്ചാണോ അതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആകുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. കാരണം മാഷാണെന്ന് പറഞ്ഞ് ഒരു വെള്ളക്കുപ്പായം വെള്ള ഷർട്ട് ഇട്ട് കിടന്നാൽ അതൊക്കെ ആൾക്കാരുടെ ഇടയിൽ നല്ല തന്നെയാണ്. പക്ഷെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി എല്ലാവരുടെ പ്രശ്നങ്ങളിലും ഇടപെട്ട് അതിൽ പരിഹാരം കാണുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ഒരു സാമൂഹികമായി ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ് എന്നുള്ള നിലക്കാണ്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.